Hi! Hello friends! Welcome to this story. ഒരു മുതലാളിക്ക് ഒരു വെളുത്ത പൂച്ചയുണ്ടായിരുന്നു. മുതലാളിക്ക് അതിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അതിന് വില കൂടിയ ഫുഡും ഇറച്ചിയും മീനുമെല്ലാം കൊടുത്ത് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയിരുന്നു. ഒരു ദിവസം രാവിലെ മുതലാളിയും പൂച്ചയും കൂടി നടക്കാനിറങ്ങി. നടക്കുന്ന വഴിയിൽ ഒരു വേസ്റ്റ് ബോക്സിൽ നിന്നും ഒരു പട്ടിക്കുഞ്ഞിന്റെ കരച്ചിൽ അവർ കേട്ടു. ആ വേസ്റ്റ് ബോക്സിൽ നിന്നും ആരോ ഉപേക്ഷിച്ചു പോയ ഒരു നായ്ക്കുഞ്ഞിനെ അവർക്ക് കിട്ടി. കരുണ തോന്നിയ മുതലാളി ആ നായ്ക്കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷെ മുതലാളിക്ക് നായ്ക്കുട്ടിയെ അത്ര ഇഷ്ടമായിരുന്നില്ല. മുതലാളിക്ക് ഏറെ ഇഷ്ടം പൂച്ചക്കുഞ്ഞിനെയായിരുന്നു. നായ്ക്കുട്ടിക്ക് എല്ലാവരും കഴിച്ച ഫുഡിന്റെ വേസ്റ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതും വീടിന് പുറത്തു വെച്ചാണ് കൊടുക്കുന്നത്. നായ്ക്കുട്ടിക്ക് മുതലാളിയുടെ കൂടെ കിടന്നുറങ്ങാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ മുതലാളി എപ്പോഴും അവനെ വഴക്ക് പറഞ്ഞ് പുറത്തേക്ക് ഓടിക്കുമായിരുന്നു. എന്നിട്ട് പൂച്ചക്കുഞ്ഞിനെ തന്റെ അടുത്ത് കിടത്തുമായിരുന്നു. അത് നായയെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു. ഒരു രാത്രിയിൽ നായ്ക്കുട്ടിക്ക് ഒത്തിരി വഴക്ക് കേട്ടു. വളരെ വിഷമത്തോടെ അവൻ വീടിന് വെളിയിൽ വന്ന് കാവലിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ മേൽക്കൂരയിൽ എന്തോ ശബ്ദം കേട്ടു. നായ്ക്കുട്ടി നോക്കുമ്പോൾ ഒരു കള്ളൻ. നായ്ക്കുട്ടി ഉടനെ ഉച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങി. നായയുടെ കുരച്ചിൽ കേട്ട് മുതലാളി ഉണർന്നു. ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് വന്ന് കള്ളനെ അതിസാഹസികമായി കീഴടക്കി. ഇത് കണ്ട മുതലാളിക്ക് ഒത്തിരി സന്തോഷമായി. താൻ സ്നേഹിക്കാതിരുന്നിട്ടും വീടിന് കാവലിരുന്ന് തന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിയ നായയെ മുതലാളി സ്നേഹിച്ചു തുടങ്ങി. അന്നു മുതൽ മുതലാളി പൂച്ചയെയും നായയെയും ഒരുപോലെ സ്നേഹിച്ചു തുടങ്ങി. ഈ കഥ നമുക്ക് നൽകുന്ന ഗുണപാഠം എന്തെന്നാൽ സ്നേഹം എല്ലാവർക്കും ഒരുപോലെ നൽകണം. യഥാർത്ഥ മൂല്യം മനസ്സിലാണ്. Thanks for watching. Like us.